നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെതിരെ വീണ്ടും ഒരു പരാതി ഉയർന്നിരിക്കുകയാണ്. ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും ആരോപിച്ചു എന്നാണ് ഇപ്പോൾ ഈ പരാതിയുമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുഹൃത്തും പങ്കാളിയുമായ ഷിയാസ് കരീം നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും പോൺ വെബ്സൈറ്റുകൾക്ക് നൽകുമെന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തന്നിൽ നിന്ന് 49 ലക്ഷം രൂപ പലതവണയായി തട്ടിയെടുത്തു എന്നാണ് പരാതിയിലൂടെ യുവതി പറയുന്നത്. നഗ്ന ദൃശ്യങ്ങൾ പുറത്ത് വിടും, അതായത് പണം തിരികെ ചോദിച്ചപ്പോൾ നഗ്ന ദൃശ്യങ്ങൾ പുറത്തു വിടും എന്നുള്ള ഒരു ഭീഷണിയൊക്കെ ഉണ്ടായി എന്നൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഷിയാസ് 49 ലക്ഷം രൂപ പലതവണയായി തന്നിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ള പരാതിയാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട് യുവതി കഴിഞ്ഞ ദിവസം പരാതി നൽകിയത്. പലപ്പോഴായി 49 ലക്ഷം രൂപ ഷിയാസ് കൈക്കലാക്കിയെന്നും പണം തിരികെ ചോദിച്ചപ്പോൾ തൻ്റെ ദൃശ്യങ്ങളും മറ്റ് ഫോട്ടോകളുമെല്ലാം പോൺ വെബ്സൈറ്റിൽ അടക്കം നൽകുമെന്നുള്ള പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി യുവതി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് തെളിവായി ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ, ശബ്ദരേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയെല്ലാം യുവതി പോലീസിനെ കൈമാറിയിരിക്കുകയാണ്. നേരത്തെയും സമാനമായിട്ടുള്ള രീതിയിൽ ഷിയാസിനെതിരെ കേസ് വന്നിരുന്നു, അറസ്റ്റിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇത്തരമൊരു പരാതിയുടെ ഗൗരവം കൂടുതൽ തന്നെയാണ്. കാരണം ഷിയാസിന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെ എന്നുള്ള തരത്തിലാണ് ചർച്ചകളും സാധ്യതകളും ഒക്കെ പോകുന്നത്. എന്തായാലും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തു എന്ന മറ്റൊരു യുവതിയുടെ പരാതി കൂടെ ഉയർന്നതോടെ ഷിയാസ് കരീം സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായി മാറി. 3 വർഷം മുമ്പാണ് ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച ആദ്യം ഒരു പരാതി ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. എറണാകുളം ഫിറ്റ്നസ് ട്രെയിനറായിരുന്ന കാസർഗോഡ് സ്വദേശിനിയായിരുന്നു അന്ന് ഷിയാസിനെതിരെ പരാതി നൽകിയത്. ഇതിപ്പോൾ എറണാകുളത്തേക്ക് തന്നെ മറ്റൊരു കേസ് എത്തുകയാണ്. എന്തായാലും ഇതോടുകൂടെ ഷിയാസ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുമ്പോൾ ഷിയാസിനെ പിന്തുണച്ചും അതുപോലെ തന്നെ തള്ളിപ്പറഞ്ഞും നിരവധി പ്രമുഖരും രംഗത്തെത്തി. ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന നടി അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഇപ്പോൾ ഷിയാസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഷിയാസ് പലപ്പോഴും തൻ്റെ മതവിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അത്തരം അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ മതത്തിലെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്ന രീതിയിലായിരുന്നു ഷിയാസിൻ്റെ ഈ ഒരു ജീവിതം, ഈ ഒരു കാര്യത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ള ആക്ഷേപമാണ് ലക്ഷ്മിപ്രിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. കിതാബ് അനുസരിച്ച് മാത്രം ജീവിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഷിയാസിനെ പരിഹസിച്ചുകൊണ്ടാണ് നടി ലക്ഷ്മിപ്രിയ ഇന്ന് രംഗത്തെത്തിയത്. കിതാബിൽ പന്നിമാംസം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ ഈ ഒരു വിഷയത്തിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ലക്ഷ്മിപ്രിയയുടെ വിമർശനം. ഷിയാസ് കരീം വിഷയത്തിൽ ഇതും കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ലക്ഷ്മിപ്രിയയുടെ ആ ഒരു ആക്ഷേപം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുമുണ്ട്. കാരണം ലക്ഷ്മിപ്രിയ ചൂണ്ടിക്കാണിക്കുന്നത് മതപരമായിട്ടുള്ള ഒരു രീതിയിൽ കൂടെയാണ് എന്നുള്ള ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ സഹപ്രവർത്തകനാണോ എന്ന് ചോദിച്ചാൽ വലിയ ബന്ധമൊന്നും അത്തരത്തിൽ തങ്ങൾക്ക് ഇല്ല എന്നും ഷിയാസ് ഉണ്ടായിരുന്ന ഷോയിൽ താൻ വന്നത് ഷിയാസ് പോയതിനു ശേഷമാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നു ലക്ഷ്മിപ്രിയ. ഇത്തരത്തിൽ വലിയ രീതിയിൽ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഷിയാസിനെതിരെ വരുമ്പോഴും തൻ്റെ പ്രിയതമനെ ചേർത്ത് പിടിക്കുകയാണ് ഷിയാസിൻ്റെ ഭാര്യ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ലൈംഗികാരോപണ വിവാദത്തിൽ ഭർത്താവിന് പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ദർഫ ഇന്ന് രംഗത്തെത്തിയത്. 60 വയസ്സുള്ള ഒരു സ്ത്രീ നൽകിയ പരാതിക്ക് പിന്നാലെ ഷിയാസിന്റെ തന്റെ പേരിൽ പ്രചരിപ്പിച്ച ശബ്ദ സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്തതാണ് തങ്ങൾക്കെതിരെ ഇത്തരമൊരു കാര്യങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഭാര്യ വ്യക്തമാക്കുന്നത്. അങ്ങനെ വ്യാജ പ്രചാരണം നടത്തിയതിൻ്റെ തെളിവുകൾ തങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് ഷിയാസിന്റെ ഭാര്യ ദർഫ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയും കമന്റിലൂടെയുമാണ് ദർഫ ഇത്തരം പ്രതികരണങ്ങളൊക്കെ നിലവിൽ നടത്തിയിരിക്കുന്നത്. ആരോപണം ഉന്നയിച്ച സ്ത്രീക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ദർഫ ഇൻസ്റ്റഗ്രാമിൽ രൂക്ഷ ഭാഷയിലുള്ള മറുപടി പ്രതികരണം നടത്തിയത്. ഞങ്ങളുടെ കൂടെയുള്ള ഈ പ്രായമായ സ്ത്രീക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. ഭർത്താവ് ഇട്ടിട്ട് പോയി, കാമുകന്റെ കൂടെ മക്കളും പോയി, ഉമ്മ വീട്ടിൽ കയറ്റിയിട്ടില്ല, എനിക്കാരുമില്ല. ഷിയാസ് എനിക്ക് എൻ്റെ മൂത്ത മകനെ പോലെയാണ്, നിബാസ് 2ാമത്തെ മകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തങ്ങളോടൊപ്പം നിന്ന ആളാണ്.
ദർഫയ്ക്ക് എൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ, മോളാണ് പോലും, ഉളുപ്പുണ്ടോ തള്ളേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ സ്ത്രീയെക്കുറിച്ച് ദർഫ പറയുന്നത്. സ്വന്തം കഴിവ് കൊണ്ട് വേണം ഫേമസ് ആകാൻ എന്നും ദർഫ പറഞ്ഞു വെക്കുന്നു. അല്ലാതെ മറ്റൊരാളുടെ പെരടിയിൽ തൂങ്ങിയാകരുത് ഇത്തരം ഫേമസ് ആകാനുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് ദർഫയുടെ മറുപടി. ഷുഗറും പ്രഷറും അല്ലാതെ നിങ്ങൾക്ക് വേറൊന്നുമില്ലല്ലോ എന്നും എന്തായാലും നന്നായിട്ടുണ്ടെന്നും ഞാൻ തന്ന പണവും സ്വർണവും നിനക്ക് തന്നെ ഓസ്കാർ ആയിട്ട് വച്ചോ എന്നും പാവം കല്യാണം കഴിഞ്ഞത് അറിഞ്ഞില്ല എന്നുമൊക്കെയാണ് ആക്ഷേപം. പീഡനം ആസ്വദിച്ച് നമ്മുടെ കൂടെ എല്ലായിടത്തും വന്നു നടന്ന ഇവർക്ക് ഇപ്പോൾ പാവം കല്യാണം കഴിഞ്ഞത് പോലും അറിയില്ലെന്ന് പറയുന്നത് വിരോധാഭാസമാണെന്നും ദർഫ ചൂണ്ടിക്കാണിക്കുന്നു. ഷിയാസ് പങ്കുവെച്ച വിശദീകരണ വീഡിയോയ്ക്ക് താഴെ പേടിക്കേണ്ട ബേബി, നമ്മുടെ കയ്യിൽ എല്ലാം തെളിവുണ്ടെന്നാണ് ദർഫ പറയുന്നത്. ഈ തെളിവ് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഷിയാസിന് ദർഫ നൽകുന്നുമുണ്ട്. ശബ്ദ സന്ദേശങ്ങൾ, ശബ്ദരേഖകൾ വിവിധയിടങ്ങളിൽ നിന്നും എടുത്തുകൂട്ടി യോജിപ്പിച്ചതാണ് എന്നും അധികം വൈകാതെ സത്യങ്ങൾ പുറത്തു വരുമെന്നാണ് ദർഫയുടെ ആത്മവിശ്വാസം. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഷിയാസ് കരീം നിലവിൽ പ്രതികരിച്ചിട്ടുണ്ട്. പരാതിക്കാരിക്ക് തന്റെ കുടുംബവുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഉമ്മയുടെയും സഹോദരിയുടെയും പക്കൽ നിന്നും അവർ വാങ്ങിയ പണവും സ്വർണവും തിരികെ ചോദിച്ചതിന്റെ വൈരാഗ്യമാണ് തന്നോട് ഈ കാണിച്ചത് എന്നും ഷിയാസ് പറയുന്നു. 60 വയസ്സുള്ള ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട സാഹചര്യം തനിക്കില്ല എന്നാണ് ഷിയാസ് പറയുന്നത്. എന്നാൽ ഇതിന് പിന്നാലെ ഷിയാസും യുവതിയും തമ്മിലുള്ള ശബ്ദ സന്ദേശങ്ങളടക്കം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് ശ്രദ്ധേയമാണ്. യുവതിയുടെ പരാതി ശരിവയ്ക്കുന്ന രീതിയിലാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ശബ്ദ സന്ദേശം. ഈ പറയുന്നത് പോലെ കൂട്ടിയോജിപ്പിക്കപ്പെട്ടതാണോ എന്നത് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 2024 ഷിയാസും ദർഫയും തമ്മിലുള്ള വിവാഹം കഴിയുന്നത്. എമിറേറ്റ്സ് NBDയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ദർഫ. അടുത്തിടെയാണ് ഷിയാസും ദർഫ എന്ന് പറയുന്ന ദമ്പതികൾക്കിടയിൽ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നത്. അങ്ങനെ തങ്ങളുടെ കുടുംബത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഇടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് കുടുംബാംഗങ്ങളും പറയുന്നത്. അതേസമയം ഷിയാസിനെ കുറിച്ച് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിരവധി ആളുകൾ ചോദ്യങ്ങളുമായിട്ട് പല സെലിബ്രിറ്റികളെയും കാണുന്നുണ്ട്. നിരവധി ആളുകൾ ഷിയാസിൻ്റെ കാര്യത്തിൽ മറുപടി പറയുന്നുണ്ട്. നിരവധി ആളുകൾ ഈ ഒരു വിഷയത്തിൽ മറുപടി പറയാതെ പിന്തിരിഞ്ഞ് പോകുന്നുമുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഷിയാസിനെ കുറിച്ച് ഒരു സെലിബ്രിറ്റിയോട് ചോദിച്ച ചോദ്യം, അതിനുള്ള മറുപടിയായിട്ട് അവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് താൻ ഇടപെടുന്നില്ല, അത് വിശദീകരണമൊക്കെ അദ്ദേഹം തന്നെ നൽകിക്കോളും, അതിന് മറുപടിയൊന്നും പറയാൻ താൻ ആളല്ല എന്ന തരത്തിലാണ് ലക്ഷ്മിയൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും സ്റ്റാർ മാജിക്കിലെ സ്ഥിരം താരങ്ങളിൽ ഒരാളാണ് ഈ പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള ഷിയാസ് കരീം. മോഡലിങ്ങിലൂടെയാണ് തൻ്റെ കരിയർ തുടങ്ങുന്നത്. പിന്നീട് ബിഗ് ബോസിലെത്തി മത്സരാർത്ഥിയാകുന്നു. ഈ സമയത്തൊക്കെ പ്രേക്ഷകർക്ക് ഷിയാസിനോട് കൂടുതൽ സ്നേഹം വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഫിറ്റ്നസ് പാഷനെ കുറിച്ചൊക്കെയാണ് ഷിയാസ് അന്നൊക്കെ സംസാരിച്ചിരുന്നത്. പേളിയുടെയും ശ്രീനീഷിൻ്റെയും ഒക്കെ അടുത്ത സുഹൃത്ത് കൂടെയാണ് ഷിയാസ് കരീം. ഷോയിലെ നിരവധി ആളുകൾ ഇപ്പോൾ ഇവരെ പിന്തുണച്ച് രംഗത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഷിയാസിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു പരാതിയുടെ അടിസ്ഥാനം എന്ത് എന്നുള്ള ഒരു ചോദ്യം ഉയരുകയാണ്. എന്തായാലും ഷിയാസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും അന്വേഷണം തുടരുകയാണ്.